ഹായ് ആൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ ശ്യാമയുടെ വീട്ടിലേക്ക് ആ കമ്മീഷണർ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കമ്മീഷണർ കാര്യങ്ങളൊക്കെ ഈ വർണ്ണിനോടും ശ്യാമനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ശത്രു എന്ന് പറയുന്നത് കണിമംഗലം നിങ്ങൾ തകരാനായി നിൽക്കുന്ന സമയത്ത് ശ്യാമ അവിടെ വന്ന് രക്ഷിച്ചതാണ്. അപ്പോൾ ആ ശത്രു വിചാരിച്ചത് ഈ രക്ഷകയായ ശ്യാമേനെ തീർക്കണം എന്നാണ്. അങ്ങനെയെങ്കിലും കണിമംഗലം രക്ഷപ്പെടരുത് എന്നാണ് ആ ശത്രുവിൻ്റെ വിചാരം. അതുകൊണ്ട് ശത്രു എന്ന് പറയുന്നത് ഒരിക്കലും ശ്യാമയുടെ ശത്രു അല്ല, അത് കണിമംഗലത്തിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ കണിമംഗലംകാരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ശ്യാമനെക്കാട്ടിലും എന്നൊക്കെ ഇങ്ങനെ ഈ കമ്മീഷണർ വരുണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരുണനോട് പറയുന്നുണ്ട് അച്ഛനോടും ഏട്ടനോടും ഒന്ന് സൂക്ഷിച്ച് നിൽക്കാൻ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമക്കൊന്ന് പേടിയാവാണ്. അപ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട് ശ്യാമമ്മയുടെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഇത് ഞങ്ങളുടെ ഈ പോലീസുകാരുടെ ഒരു മുറയാണ്, ഞങ്ങളുടെ ഒരു രീതിയാണ് ഈ ഒരു സംസാരം, എന്തായാലും മുൻകരുതലായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ ബെഞ്ചമിനെ പിടിച്ചിരിക്കും. ആ ബെഞ്ചമിനെ പിടിച്ചു കഴിഞ്ഞിട്ട് ആരാണ് അവൻ്റെ പിറകിൽ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കും. അങ്ങനെ ആരാണ് കണിമംഗലത്തിൻ്റെ ശത്രു എന്നൊക്കെ നമുക്ക് കണ്ടെത്താം. ഞങ്ങൾ എന്തായാലും അതിനുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞൊരു ഉറപ്പ് കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ബെഞ്ചമിനെ പിടിച്ച ശത്രു ആരാണെന്ന് പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ. പിന്നെ കണിമംഗലത്താണെങ്കിൽ വരുണിൻ്റെ അച്ഛനെ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ നിൽക്കുകയാണ്. എന്തായാലും അത്രയും റിച്ചായിട്ട് ജീവിച്ച ഒരാളാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആ ഒരു ഗതികേട് വന്നതുകൊണ്ട് തന്നെ എത്രയും ആയാലും ഈ ശ്യാമ സഹായിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് വരുണിൻ്റെ അച്ഛന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ സൂര്യ വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെയാണ് നമ്മുടെ ബാധ്യതകളുടെ ലിസ്റ്റ്, ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റും കൊണ്ട് വരികയാണ്. പക്ഷേ അച്ഛൻ അതൊന്നും നോക്കാനൊരു മാനസികാവസ്ഥ അല്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പിന്നെ നോക്കാം, നീ ഇപ്പോൾ അത് എടുത്ത് വെക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇതെന്തിനും നീട്ടി വെക്കുന്നത്, നമുക്ക് ഇപ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പൈസ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് തീർക്കുന്നത് പോലെ അല്ലല്ലോ മറ്റൊരാൾ തരുന്നൊരു സഹായം കൊണ്ട് തീർക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ വരുണിൻ്റെ അച്ഛൻ അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പം സൂര്യ പറയുന്നുണ്ട് അത് നമുക്ക് ശ്യാമ മേഡം ആ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ശ്യാമ മേഡം തരുന്ന ആ ഒരു പൈസ കൊണ്ട് നമുക്ക് തീർക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വരുണിൻ്റെ അച്ഛനൊരു സംതൃപ്തി വരുന്നില്ല. വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് മറ്റൊരാൾ തരുന്നൊരു സഹായമല്ലേ, അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല, മറ്റൊരാളുടെ പണമാണത്, അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതലും പ്രതീക്ഷ അതിൽ അർപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വരുണിൻ്റെ അച്ഛൻ പറയണം. ആ സമയത്ത് നമ്മുടെ പത്മിനി അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ പത്മിനി പറയുന്നുണ്ട് അതിന് ശ്യാമ മേഡം നമുക്ക് തരുമെന്ന് ഉറപ്പല്ലേ, ശ്യാമ മേഡം നമുക്ക് തരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്, അതാണ് എൻ്റെ ഒരു ബിസിനസ് ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് അങ്ങനെയാണ് ശ്യാമ മേഡത്തിനെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ തടയാണ്, വേണ്ട അങ്ങനെ നമ്മൾ അവരെങ്ങനെ ഒരാൾ സഹായം തരുന്നതാണ്, നമുക്ക് അവരെ സഹായം നീട്ടുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഓരോന്നും ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ വരുണിൻ്റെ അച്ഛൻ അവരോട് തടയുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു പ്രൊഡ്യൂസിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ചർച്ചകളിലാണ് ശരത്തും ഉണ്ട്. അപ്പോൾ ശരത്ത് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ബിസിനസ് കമ്പനി തുടങ്ങേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് എന്തായാലും നമ്മളിതിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് ആദ്യം ബഹുമാനിക്കുകയാണ് വേണ്ടത്, നമ്മൾ ആളുകളോട് ഇടപഴകുന്ന രീതിയൊക്കെ നല്ല അടിപൊളിയായിരിക്കണം എന്നൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ അഡ്വൈസ് കൊടുക്കുകയാണ് എങ്ങനെ ഒരു നല്ലൊരു പ്രൊഡ്യൂസിങ് കമ്പനി തുടങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു നല്ല അച്ചടക്കമാണ്, ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം, അതെന്തായാലും നമ്മളെ കയ്യിലുണ്ടല്ലോ, പക്ഷേ നമുക്കൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസ് വേണ്ട എന്നൊക്കെ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയങ്കയെ പറയുന്നുണ്ട് ആ ശരിയാണ് ഒരു ഓഫീസൊക്കെ വേണം, എന്നാലും ഒരു ഗമയുള്ളൂ, ഓഫീസ് വേണം എന്നൊക്കെ ഇവളങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഓഫീസ് വേണമെങ്കിൽ നല്ലൊരു ഓഫീസ് നമുക്ക് എന്തായാലും അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഓഫീസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ പ്രൊഡ്യൂസർക്കൊരു ക്യാബിൻ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്തിനാട്ടാ ചെറുക്ക ഈ ക്യാബിന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഈ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നല്ലൊരു പേടിയൊക്കെ തോന്നണം ആളുകൾ കാണുമ്പോൾ, ഇതാണ് പ്രൊഡ്യൂസർ എന്നൊക്കെ കാണുമ്പോൾ തന്നെ ആളുകളൊന്ന് പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരൻ മുത്തശ്ശിയുണ്ട് ഇപ്പം മനസ്സിലായി, ഇപ്പം നീ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ എന്നെ കണ്ടാൽ ആർക്കും പേടി തോന്നില്ല, എനിക്കൊരു വിലയും തരില്ല എന്നൊക്കെ തന്നെ അല്ലേ, ഒരു വിലയില്ലാഞ്ഞിട്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശരത്ത് പറയണ്ടേ എൻ്റെ മുത്തശ്ശി ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഒരു വിലയും പേടിയൊക്കെ വേണമെങ്കിൽ ആ ഒരു ക്യാബിനിൽ ഈ ഒരു വസ്ത്രമൊക്കെ മാറ്റിയിട്ട് നല്ല ആ ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ അന്തസ്സായിട്ട് നിൽക്കണം, അപ്പോഴാണ് ആളുകൾക്കൊരു പേടിയും ഒരു വിലയൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം മുത്തശ്ശിനെ കണ്ടാൽ
നല്ലൊരു തറവാട്ടിൽ ജനിച്ച നല്ലൊരു ഐശ്വര്യമുള്ള ഒരു വിളക്ക് കത്തിച്ചൊരു വിളക്ക് പോലെയാണ്. പക്ഷേ നമുക്ക് ഒരു ക്യാബിലൊരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നല്ല പേടിയൊക്കെ വേണം ആളുകൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇവൻ അങ്ങ് മെല്ലെ തട്ടി വിടുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അതിൽ വീഴുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരി ആളുകൾക്ക് എന്നെ കാണുമ്പോൾ നല്ല പേടിയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ ഇവരും പറയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് മുതലേ ഞാൻ സുകുമാരി മുത്തശ്ശിനെ മുത്തശ്ശിന്ന് വിളിക്കുന്നുള്ളൂ, നാളെ തൊട്ട് ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നത്, അല്ല ഇനി നാളെ തൊട്ട് എൻ്റെ പേരാണ് വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാൻ മുത്തശ്ശിനെ മുത്തശ്ശി എന്ന് വിളിച്ചാൽ ആളുകൾക്കൊന്നും ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഒരു അമ്മയായിട്ടൊക്കെ കാണുക. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഗമയൊക്കെ വേണ്ടേ. അപ്പോൾ ഞാനിന്ന് സുകുമാരി മേഡം എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാരിക്ക് അത് ഇഷ്ടപ്പെടുകയാണ്. മേഡം അത് ശരിയാണ്, എന്നാലേ ആളുകൾക്ക് ഇടയിലൊരു ഗമയുള്ളൂ അല്ലേടാ ചെറുക്ക എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞാൻ എന്തായാലും ഇനി ആളുകൾക്കിടയിൽ ഇന്ന് മേഡം എന്നേ വിളിക്കുള്ളൂ, അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളെ മേഡം എന്ന് വിളിക്കും. പിന്നെ ഈ ഏത് നടന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യന്മാരോ ആര് മുത്തശ്ശിയുടെ അടുത്ത് വന്നാലും മുത്തശ്ശീനെ വിളിക്കാൻ സമ്മതിക്കരുത്, അവിടെ നിങ്ങളുടെ വില പോകും. അതുകൊണ്ട് മേഡം എന്ന് തന്നെ വിളിപ്പിച്ച് ശീലിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിക്ക് ഇവരിങ്ങനെ ഓരോ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഈ അഡ്വൈസിൽ ഇങ്ങനെ കയറി പോവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണ്, ഞാനിനി ആരെയും സമ്മതിക്കില്ല, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്കയെ പറയുന്നുണ്ട്, ശരിയാണ് മുത്തശ്ശി ആ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ആ ഒരു ക്യാബിലൊക്കെ നിൽക്കുന്നത് തന്നെ ഒരു ഗമ തന്നെയാണ് അല്ല മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളും ഇങ്ങനെ മുത്തശ്ശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് പോകാം, പക്ഷെ പോകാൻ നമ്മൾ ഇനി ഓട്ടോയിൽ ബസ്സിൽ അതിലൊന്നും പോകരുത്, നമ്മൾ കാറിൽ തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാണ്, എത്രയും പെട്ടെന്ന് ഒരു കാറ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യണം, എന്നിട്ട് ആ കാറിൻ്റെ പിറകിൽ നല്ല വിശാലമായിട്ട് ഇരുന്നെന്ന് എനിക്ക് യാത്ര ചെയ്യണം. അതൊരു അന്തസ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫീസിൻ്റെ മുന്നിലെത്തി പുറത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വാതിൽ തുറന്ന് തരുന്നവരെ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് ആരെങ്കിലും തുറന്നു തന്ന വാതിലൂടെ ഇങ്ങനെ ഇറങ്ങുന്നത് തന്നെ ഒരു അന്തസ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ മനക്കോട്ട കൊണ്ടിരിക്കുകയാണ്. അവൻ ശരത്താണെങ്കിൽ അതിന് കൂടെ തന്നെ ഉണ്ട്, എന്തായാലും വാ നമുക്ക് പോകാം, നമുക്ക് നല്ലൊരു കാർ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്കും ആദ്യം തന്നെ ഈ ഓട്ടോയിൽ പോകുന്നതും ബസ്സിൽ പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് കാറ് തന്നെ വേണ്ടത് എന്നൊക്കെ ഇവളും പറയുന്നുണ്ട്. അങ്ങനെ ഇവരിനി നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ആ കമ്പനിക്കുള്ള അടുത്ത പ്രൊസീജിയർക്ക് കടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ശ്യാമയുടെ വീട്ടിൽ അവിടെ ആ ഒരു ലോയർ വന്നിരിക്കുന്നുണ്ട് ഇവരുടെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തുറന്ന് കൊടുക്കുന്നത് തന്നെ നമ്മുടെ രാധികയാണ്. അപ്പോൾ രാധികനെ കണ്ടിട്ട് ഇയാളത് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുഖത്ത് നോക്കുമ്പോഴാണ് അത് ശ്യാമ മേഡം അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, സോറി കേട്ടോ, ഞാൻ മേഡാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ അവിടെ വരുണം നമ്മുടെ ആരതിയുണ്ട്, പിന്നെ നമ്മുടെ ശ്യാമ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ ലോയർ. അപ്പോൾ ഈ ലോയറോട് ഈ ശ്യാമ മേഡം പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊസീജിയറൊക്കെ ഒന്ന് റെഡി ആക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എല്ലാ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞതാണ് മാഡം, ഇനി നാളെയാണ് രജിസ്ട്രേഷൻ, 10 മണിക്കാണ് രജിസ്ട്രേഷൻ, ആദ്യത്തേത് തന്നെ നമ്മുടേതാണ്, അതുകൊണ്ട് മാഡം കൃത്യസമയത്ത് തന്നെ അവിടെ എത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, അതെന്തായാലും ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമയും പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മാഡം ഒരു 9:30 എൻ്റെ ഓഫീസിലേക്ക് വാ, അവിടുന്ന് നമ്മൾ എല്ലാ പേപ്പർ വർക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാം, അത് കൃത്യസമയം തന്നെ 10 മണിയാകുമ്പോൾ അവിടെ എത്താം എന്നൊക്കെ അങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരി, അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം എന്നൊക്കെ ശ്യാമയും ഉറപ്പ് കൊടുക്കണം. അപ്പോൾ ഈ ശ്യാമ മാഡം പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുണിനെ കൂടി ഒന്ന് സഹായിക്കണം, അവരുടെ ഒരു കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോയർ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ശ്യാമ മേഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, ഇനി മകളുടെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഇടപെട്ട് ലെവലാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ലോയറും അവർക്കും അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ശ്യാമ അവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയാൾ പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വരുണിനോട് ശ്യാമ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അപ്പോൾ മാഡം ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടൊക്കെ നിങ്ങൾക്കായിരിക്കും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദുബായിലേക്ക് പോയി വരുന്നുണ്ട്, ഞാനും അമൃതേടത്തെയും കൂടി, അവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട് ചില കമ്പനികളിലൊക്കെ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പിൻവലിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഞാൻ രാധിക മോളെ പേരിൽ എഴുതി വെക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുണിന് അത് അത്രയ്ക്കും അങ്ങ് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല. അവൻ വരുണ് പറയുന്നുണ്ട്,
അല്ല, എല്ലാ സ്വത്തുക്കളും ഈ കണിമംഗലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഇവൾക്ക് അങ്ങ് എഴുതി കൊടുക്കുകയാണോ? അപ്പം മാഡത്തിനൊന്നും വേണ്ട, മാഡം ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലോ ഒക്കെ മകൾക്ക് അങ്ങനെ കൊടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമൃതാരത്തി പറയുന്നുണ്ട്, അതിനത് ഇപ്പോൾ എടുത്ത തീരുമാനമൊന്നുമല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമയും പറയുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുത്ത തീരുമാനമൊന്നുമല്ല, ഞാനിത് മുന്നേ തന്നെ ഉറപ്പിച്ച് വെച്ചതായിരുന്നു, എൻ്റെ എല്ലാം എൻ്റെ മകൾക്കുള്ളതാണെന്ന്, അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ദുബായിൽ കുറച്ച് കാലം ഒന്ന് ജീവിക്കട്ടെ, എന്തായാലും ഇവിടെയുള്ള ശത്രുക്കൾ എന്തൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ ദുബായിൽ ഞാൻ എൻ്റെ മകളോടൊപ്പം ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ, വരണിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരണ പറയണ്ടേ, എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഇവള് സന്തോഷമായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, വരണിന് ഞാൻ വേറൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ്, ഈ അമ്മയും മകളും നല്ല സന്തോഷമായിട്ട് ഈ ജീവിതകാലം മൊത്തം ജീവിക്കണം, ആ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ വരണിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വരൺ പറയുന്നുണ്ട്, അതിന് ഞാൻ നല്ല പൂർണ്ണ സന്തോഷവാനാണ്, കാരണം ഈ അമ്മേനെയും മകളെയും കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ നമ്മുടെ അമൃതേടത്തിക്ക് ഒരു കോൾ വരികയാണ്. എന്നിട്ട് അമൃതേടത്തി ഇങ്ങനെ ആ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്, ആ 1 മണിക്കൂർ വന്നിട്ട് അറേഞ്ച് ചെയ്ത് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധികക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല എന്താ അറേഞ്ച് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ എന്താ അമ്മേ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ആരതിയും പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ ഉള്ളിൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല, ഉള്ളിൽ ചെറിയ പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ അങ്ങ് ഞെട്ടാണ്. ആ വരുൺ പറയുന്നുണ്ട്, ഞാനോ എനിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ, അല്ലാതെ പിന്നെ ആർക്കാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം വരുൺ പറയുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ സമ്മതിച്ച് കൊടുക്കുന്നില്ല, നിനക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ സമയത്ത് പുറത്ത് ഒരു ഓട്ടോയിൽ 2 പോലീസുകാരങ്ങ് ഇറങ്ങുന്നില്ല, അത് ആ കമ്മീഷണർ അറേഞ്ച് ചെയ്ത ആ ഒരു സെക്യൂരിറ്റിക്കാരാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറഞ്ഞിട്ട്, മാഡം ഞങ്ങൾ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഈ നാടറിയുന്ന ഒരു പാട്ടുകാരിയാണ്, അപ്പോൾ അവരുടെ ഒരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെയും കൂടി അവകാശമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടാകുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഗേറ്റിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ പാർട്ടി നടത്തല്ലേ, അപ്പോൾ അവരെയും കൂടി നമുക്ക് പാർട്ടിയിലേക്ക് വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പാർട്ടി തുടങ്ങുന്ന സമയത്ത് ഈ ശ്യാമ ആ ഒരു പോലീസുകാർ 2 പേരെയും വിളിച്ച് ഫുഡ് കഴിക്കാൻ വരാൻ പറയുമ്പോൾ ആദ്യം അവരെങ്ങനെ നിഷേധിക്കുന്നുണ്ട്, വേണ്ട എന്നൊക്കെ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല, അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലേ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് ആ പാർട്ടിക്ക് അങ്ങ് അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഈ പോലീസുകാർ 2 പേരും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ശ്യാമ മേഡത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, അതുകൊണ്ട് ശ്യാമ മേഡം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ അത് വേണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം എന്നൊക്കെ പറയുമ്പോൾ വരുണും പറയുന്നുണ്ട്, ഞാനിതെങ്ങനെ ചോദിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് ശ്യാമ മേഡം ഒരു പാട്ട് പാടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്നാൽ രാധികമോൾ പാടുക എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാനല്ല, ഞാനിപ്പം അമ്മ പാടുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് അമ്മ തന്നെ പാട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, എന്താ ഈ വീട്ടിൽ കണിമംഗലത്ത് ഭയങ്കര ടെൻഷനായിട്ട് അച്ഛൻ നിൽക്കുന്നൊക്കെ ഉണ്ട്, മറ്റൊരാളുടെ സഹായത്തിൽ നമ്മൾ രക്ഷപ്പെടുകയാണെന്നുള്ള ആ ഒരു ടെൻഷനാണ്. പക്ഷേ നമ്മുടെ കൽപ്പന ഉർവശിയും കൂടിയിട്ട് ഇങ്ങനെ വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഇത് അച്ഛനെടുത്ത തീരുമാനമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, എന്തായാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉർവശി ഇങ്ങനെ ഇതെന്തായാലും ഈ രജിസ്ട്രേഷൻ നടക്കില്ല, ഈ ഒരു സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന നടത്തുന്നൊക്കെ ഉണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ശ്യാമ മിസ്സാകുന്നത്. അപ്പോൾ ശ്യാമനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമനെ ഇവർ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള ഒരു നിഗമനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം, ബൈ.